എവർഷൈൻ റെസിഡൻസ് അസോസിയേഷൻ നടത്തുന്ന പാചകമേളയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തുവച്ചിരുന്ന സർപ്രൈസ്. അരവിന്ദ് രാജ, നിങ്ങളുടെ കൺമുന്നിൽ അരവിന്ദ് രാജ. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്, ആരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത് വീട്ടമ്മമാരും പുരുഷന്മാരും ഒന്ന് മാറിക്കൊടുക്കണം. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇതാ നമ്മുടെ രുചിയുടെ രാജകുമാരൻ അരവിന്ദ് രാജ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ ഷെഫുമാരിൽ ഒരാളായ അരവിന്ദ് രാജയെ നമ്മുടെ ഈ പാചകമേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2021 നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ പാചക റാണിയെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അരവിന്ദ് രാജ ഇതാ എത്തിയിരിക്കുകയാണ്. വീട്ടമ്മമാരുടെ പാചക മത്സരത്തിന് വിധി എഴുതാനെത്തിയ ശ്രീ അരവിന്ദ് രാജ ഇപ്പോ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട വീട്ടമ്മമാരെ, എല്ലാ വീടിനും ഒരമ്മയുണ്ട്. അതാണ് വീട്ടമ്മ. അമ്മയുള്ളപ്പോ മാത്രമേ വീട് കുടുംബമാവുന്നുള്ളൂ. അല്ലാത്തപ്പോ അത് കല്ലും മണ്ണും ചേർത്ത് നിർമ്മിച്ച ഒരു കെട്ടിടം മാത്രമാണ്. വീട്ടമ്മ എന്ന പദത്തിന് പ്രായഭേദമില്ല. വീട്ടിലെ ആബാലവൃദ്ധം അംഗങ്ങളെയും ശുശ്രൂഷിച്ചും അന്നം പകർന്നു നൽകിയും അവർക്ക് വേണ്ടി ഉറക്കം കളഞ്ഞും അവൾ വീടിന്റെ അമ്മയാകുന്നു. സ്നേഹം പകരുന്ന വെളിച്ചമാകുന്നു. സുഹൃത്തുക്കളെ, ഇനി വിധി എഴുത്തിന്റെ സമയമാണ്. ശ്രീ അരവിന്ദ് രാജ നമ്മുടെ ഈ പാചകമേളയുടെ വിധികർത്താവായി എത്തിയതിൽ ഈ അസോസിയേഷന് ഏറെ അഭിമാനമുണ്ട്. പാചകകലയുടെ രാജകുമാരനായ അരവിന്ദ് രാജ നമ്മുടെ എവർഷൈൻ കൂട്ടായ്മയിലെ വീട്ടമ്മമാരുണ്ടാക്കിയ വിഭവങ്ങൾ രുചിച്ചു നോക്കി മത്സര വിജയിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ഓരോ മത്സരാർത്ഥിയുടെയും പാചക വൈദഗ്ധ്യം രുചിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ക്ലാരമ്മ ഉണ്ടാക്കിയ താറാവ് കറിയാണെന്ന് തോന്നുന്നു. കുരുമുളക് ഇടുമ്പോ പിശിക്കണ്ട. നോക്കുന്നുണ്ട്. താറാവ് എഴുന്നേറ്റ് വന്ന് കൊത്തുകയൊന്നുമില്ലല്ലോ. അദ്ദേഹം ക്ലാരമ്മയോടെന്തോ പറഞ്ഞിരിക്കുകയാണ്. ഇതാ അദ്ദേഹം മീര തയ്യാറാക്കിയ ചെമ്മീൻ ബിരിയാണിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം അത് രുചിച്ചു നോക്കാൻ പോവുകയാണ്. ഇതിൽ ആരായിരിക്കും വിജയി എന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇതാ മറുനാടൻ വിഭവം. സർ, ഞാൻ വിമല ഉദയൻ. ഞാൻ സാറിന്റെ വലിയൊരു ഫാനാ. സാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാ ഞാൻ ഈ പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ വിമല ഉണ്ടാക്കിയിരിക്കുന്ന പിസ്സ അദ്ദേഹം രുചിച്ചു നോക്കുകയാണ്. എങ്ങനെയുണ്ട് സാർ? ഇഷ്ടായോ? അടിപൊളിയല്ലേ? എന്താ ഇത്? പിസ്സ. പറഞ്ഞ നന്നായി. വിമലയോടും അദ്ദേഹം എന്തോ കമന്റ് പറഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇതാ ടൊമാറ്റോ റൈസ്. അദ്ദേഹം അടുത്ത മത്സരാർത്ഥിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം അത് രുചിച്ചു നോക്കുന്നുണ്ട്. എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണമെന്ന് വാശിയുള്ള ആളാണല്ലേ? അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വീണ്ടും കമന്റുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത മത്സരാർത്ഥിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്താ പേര്? രാഗിണി. റൈസും ചിക്കനും ഒന്നിച്ച് വേവിക്കരുത് എന്നുള്ളത്
ബിരിയാണിയുടെ ബാലപാഠമാണ് രാഗിണി. രണ്ടിനും രണ്ട് വേവായിരിക്കും, പരസ്പരം ചേരില്ല. ദാ ഇപ്പൊ രാഗിണി അണിഞ്ഞിരിക്കുന്ന സാരിയും ബ്ലൗസും പോലെ. ഏഴ് വീട്ടമ്മമാർ, 7 വിഭവങ്ങൾ, 7000 രുചികൾ. അതിന്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് ഒന്ന് പറയട്ടെ, നിങ്ങൾ ആരും അരവിന്ദ് രാജയെ പോലെ പാചകം ചെയ്യരുത്. നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ നിങ്ങളെ പോലെ പാചകം ചെയ്യണം. പാചകം ഒരു ജോലിയോ കടമയോ ബാധ്യതയോ അല്ല, അതൊരു കലയാണ്. സ്നേഹവും വാത്സല്യവും കരുതലുമാണ് അതിന് രുചി കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഹോട്ടൽ ഭക്ഷണത്തിന് അമ്മയുണ്ടാക്കുന്ന വിഭവത്തിന്റെ സ്വാദ് കിട്ടാത്തത്. വീട്ടിലെ ഊണ് എന്ന് ഹോട്ടലിന് മുന്നിൽ ബോർഡ് തൂക്കിയ അത് കിട്ടില്ല. നാവിലെ രുചി ഹൃദയത്തെ തൊടണം. അങ്ങനെയുള്ള ഒരു വിഭവം മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ. 7-ലല്ല, 7000-ൽ-1. ഒന്നാം സമ്മാനം. കൗണ്ടർ നമ്പർ 2, മീര. സർ, ഈ ഫുഡ് ഞാനല്ല ഉണ്ടാക്കിയത്. പിന്നെ അവര് വീട്ടിൽ പോയി സർ. എന്തായാലും ഈ സമ്മാനം കുട്ടിക്കുള്ളതാ. സർ, വരൂ വരൂ. താങ്ക് യു. അതെ, എനിക്ക് അവരെ ഒന്ന് കാണണമെന്നുണ്ട്. ആരെ? ബിരിയാണി ഉണ്ടാക്കിയ. ഓ, മീരമ്മ. ഈ മൊമെന്റ് കൊടുക്കുമ്പോ കുട്ടി പറയണം, ദൈവം ചുംബിച്ച കൈകളാണ് അവരുടേതെന്ന്. അപ്പൊ ശരി ശരി സർ. പോയിട്ട് അല്പം തിരക്കുണ്ട്. ആയിക്കോട്ടെ, കാണാം. അതെ,
അച്ഛന് മരുന്നെടുത്ത് കൊടുത്തിട്ട് ദേ വരുന്നു എന്നും പറഞ്ഞു പോയതാ മീര. ഞാൻ മൊമെന്റോ മൊമെന്റോ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു മീരാമേ. ഇപ്പൊ വരും മോളെ, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം ഫ്ലാറ്റിലേക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കിക്കോട്ടെ. ആ ദേ വരുന്നല്ലോ. കഴിഞ്ഞു മത്സരം? ജയിച്ചതേ നീയാ. ഞാനോ? എല്ലാ തവണയും നീ തന്നെയല്ലേ ജയിക്കുന്നത്. ഇന്നെന്താ പിന്നെ ഒരു പുതുമ? അയ്യോ, ഈ കൊച്ചെ നിന്നെ കാണാൻ വന്നതാ. അവൾക്ക് ഏതാണ്ട് നിന്നോട് പറയാനുണ്ടെന്ന്. പിന്നെ നിന്റെ ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുവാണേ. നോക്കട്ടെ നീ എന്താ അരവിന്ദ് രാജ പറഞ്ഞതുപോലെ സ്പെഷ്യലായിട്ട് കലർത്തിയിരിക്കുന്നതെന്ന്. അരവിന്ദ് രാജയോ? അദ്ദേഹമായിരുന്നു ചീഫ് ഗസ്റ്റ്. മീരാമയുടെ ചെമ്മീൻ ബിരിയാണി ഒന്നാമതായി തെരഞ്ഞെടുത്തതും അദ്ദേഹം. ദേ ഈ മൊമെന്റ് തന്നിട്ടേ അദ്ദേഹം പറഞ്ഞു, ദൈവം ചുംബിച്ച കൈകളാണിതെന്ന് പ്രത്യേകം പറയണമെന്ന്. അതെ, ഞാൻ അമ്മയെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിനാ. അമ്മയുടെ മോനുണ്ടല്ലോ നിഖിൽ, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാ. പക്ഷെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവ മുങ്ങി കളിക്കാൻ തുടങ്ങി. അതിലൊരു തീരുമാനം ഉണ്ടാക്കി തരണം അമ്മ എനിക്ക്. അതെ, ഞാനിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിച്ച് ജീവിക്കേണ്ടവർ സംഗമിക്കുമ്പോ ദൈവം പ്രണയത്തിന്റെ ഒരു പൊന്നൂലിഴ രണ്ട് ഹൃദയങ്ങളിലും കൊളുത്തിടുമെന്ന് പറയാറില്ലേ? ആ, അതവിടെ വീണു കഴിഞ്ഞു. അരവിന്ദ് സാർ എവിടെ? ഇങ്ങോട്ട് വന്നില്ല മാം. പാർട്ടി ഓർഡർ ഉള്ളപ്പോ മാറി നിൽക്കുന്നതല്ലോ. സർ,
എന്തുപറ്റി? വേറെ എവിടെയെങ്കിലും പോയോ? ആ റെസിഡൻസുകാരുടെ പ്രോഗ്രാമിന് പോയിട്ട് വന്ന ശേഷം ആകെ ഒരു മൂഡ് ഔട്ട്. എന്താ, ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ അവിടെ? ഇല്ല മിലി, ഒരു രുചി എന്നെ പഴയൊരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. രുചിയും ഓർമ്മയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പട്ടിണി കിടന്നിട്ടുണ്ടോ മിലി? ആ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഒരു നേരമോ മറ്റോ. ആ, അങ്ങനെ വല്ലപ്പോഴുള്ള പട്ടിണിയല്ല. ഭക്ഷണം എപ്പോ കിട്ടുമെന്നറിയാതെ മനുഷ്യൻ അവനെ തന്നെ കാർന്നു നിന്ന വയറുമായി കാത്തിരിക്കുന്ന പട്ടിണി. അതൊക്കെ ഫോറിൻ കൺട്രീസിലല്ലേ സർ? നമ്മുടെ നാട്ടിൽ കഥകളിൽ മാത്രമേ അങ്ങനൊരു പട്ടിണി കാണാൻ പറ്റൂ. കഥയിലല്ലാതെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ. വേറെ എവിടെയുമല്ല. ആയിരക്കണക്കിന് അടുക്കളയിലേക്ക് പടർന്നു കയറിയ രുചിക്കൂട്ടുകളുടെ രാജാവ് അരവിന്ദന് ഓർമ്മകളിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നടന്നാ മതി. ഉച്ചയ്ക്ക് സർക്കാരിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന ഒഴുങ്ങിയ പച്ചരിയും പാകത്തിന് ഉപ്പ് ചേർക്കാത്ത പയറുകറിയും സ്വപ്നം കണ്ട് വിശപ്പൊട്ടിയ വയറിന് മീതെ വലിച്ചു കെട്ടിയ നിക്കറുമായി പള്ളിക്കൂടത്തിലേക്ക് നടന്നു പോയിരുന്നൊരു കുട്ടി. വിശപ്പേറിയ നട്ടുച്ചകളിലൊന്നിൽ മരിപ്പച്ചയായി അവന് മുന്നിലേക്ക് നീട്ടപ്പെട്ട കൊതിയൂറിക്കുന്ന ചെമ്മീൻ ബിരിയാണി. അന്നും ഇന്നും എന്നും അവൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണം. ഇപ്പൊ എവിടുന്ന് കിട്ടിയ ആ ടേസ്റ്റ്? അതിനുശേഷം ആയിരക്കണക്കിന് പ്രോൺസ് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതൊന്നും പക്ഷെ ആ സർക്കാർ സ്കൂളിന്റെ വരാന്തയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. പക്ഷെ ഇന്ന് അതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് ചോദിക്കാറുന്നില്ലേ സാറിന്? ചോദിക്കാതെ തന്നെ എനിക്കറിയാം മിലി. സ്നേഹമാണ് അതിലെ പ്രത്യേക ചേരുവ. ദൈവം ചുംബിച്ചിട്ടുണ്ട് അതുണ്ടാക്കിയ കൈകളെ. എന്തായത്? ചെമ്മീൻ ബിരിയാണി അച്ഛാ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. എന്തോന്നായത്? കഴിക്കച്ചാ. തൃപ്തിയായി. അച്ഛാ, ഞാൻ വേറെ ചോറ് വിളമ്പാ അച്ഛാ. എനിക്ക് വേണ്ട. വഴുവില്ലാതെ കഴിക്കുമോനെ. മതി. കഴിച്ചോട്ടോ. അമ്മയ്ക്ക് റെസിഡൻസ് അസോസിയേഷന്റെ കുക്കറി കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയ ഐറ്റമാ. മോനെ കഴിക്കുമോനെ.
ഇവളിനിയും നിർത്തിയില്ലേ? എന്താടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ? നിഖിലേ, ഞാനാകെ പുകഞ്ഞു നിൽക്കുക. നീ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. പുകഞ്ഞു നിൽക്കുവാണെങ്കിലേ വിളിക്കേണ്ടത് ഈ നമ്പറിലല്ല, ഫയർഫോഴ്സിനെയാ. 101 നമ്പർ. ഞാൻ അങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ നിനക്ക് 108 വിളിക്കേണ്ടി വരുവേ. ഇങ്ങോട്ട് കയറി വരാനോ? അതും ഈ രാത്രിയിൽ? എടി, പെണ്ണുങ്ങൾക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അതറിയാതെയാ നിന്റെ ഈ ചാട്ടം. ഇനിയെങ്കിലും നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒക്കെ അതിന്റെ സമയമാകുമ്പോൾ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം. സമയം എന്ന് പറയുമ്പോഴേ ദേ ഇപ്പഴാ, ഇപ്പൊ. ഇനി 1 മിനിറ്റ് വൈകാൻ പാടില്ല. നീ ഒന്ന് വെച്ചിട്ട് പോയേ. ഞാൻ നല്ല രസമായിട്ട് ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ, എങ്കിൽ നിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യം. ദേ ചെറുക്ക, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോ. 5 മിനിറ്റ് തരും. അനുസരിച്ചില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ ഫ്ലാറ്റിലേക്ക് ഇടിച്ചു കയറി ഞാൻ. ഈ രാത്രിയിലോ? ഒന്ന് പോടി. സംശയം ഉണ്ടെങ്കിലേ നീ ആ ജനലൊന്ന് തുറന്നു നോക്ക്. എന്താടാ, നിനക്കിപ്പൊ വിശ്വാസമായ? എടി 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 എടി, നിന്നെ പോലെയല്ല, നിള ചെയ്യൂന്ന് പറഞ്ഞ ചെയ്തിരിക്കും. അങ്ങോട്ട് കേറി വരട്ടെ ഞാൻ. എടി നീ പോ. അങ്ങനെ ചുമ്മാ പോകാൻ വേണ്ടിട്ടാണെങ്കിൽ ഞാൻ ഈ രാത്രി 6-7 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരണോ? എടി, നിനക്കിപ്പോ എന്താ വേണ്ടേ? അത് നിനക്ക് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ? അതെ ചേട്ടാ, നിങ്ങൾ തന്നെ പറയും, ഞങ്ങളിൽ ആരുടെ ഭാഗത്താ ന്യായം? പ്രേമവാ കൊടച്ചക്രവാന്നൊക്കെ പറഞ്ഞ് ഇന്റെ പിന്നാലെ നടന്നത് അവൻ തന്നെയാ. ഒടുവിൽ ഞാൻ അവന് സെറ്റായി കഴിഞ്ഞപ്പോ ഞാൻ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു. അവരൊക്കെയാ. അവനോടും അങ്ങനെ വീട്ടിൽ പറയാൻ പറഞ്ഞപ്പോ അവന് മുടിഞ്ഞ പേടി. ചേട്ടാ, ഇത് ശരിയാണോ? അല്ല. ആ, ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ, അവന്റെ സ്ഥാനത്ത് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. അതാ അന്തസ്. പ്രേമിക്കുകയാണെങ്കിലേ ഇതേപോലെ നട്ടിലുള്ള ചേട്ടന്മാരെ പ്രേമിക്കണം. കാര്യങ്ങളൊക്കെ ഞാനൊന്ന് റീതിങ്ക് ചെയ്താലോ എന്ന് ആലോചിക്കുക. ചേട്ടന്റെ പേരെന്താ? വക്കച്ചൻ. അയ്യോ, വക്കച്ചൻ. Cute name. എടി, നീ ഇത് നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ പോവാണോ? പിന്നല്ലാതെ. ഞാൻ നിനക്ക് തന്ന ഡെഡ് ലൈൻ കഴിഞ്ഞു. ഇനിയേ എന്റെ ടേണാ. ഞാൻ വേണമെങ്കിലേ ഒച്ചത്തില് വിളിച്ചു പറയും, ഈ അപ്പാർട്ട്മെന്റിലുള്ള സകലമാന ആൾക്കാരും കേൾക്കാൻ വിളിച്ചു പറയും ഞാനും നീയും തമ്മിൽ ലവ് ആണെന്ന്. എന്റെ പൊന്നു നിളെ, ഞാൻ കാല് പിടിക്കാം. പറയ്. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ നീ ഇടിച്ചു കയറി വരികയോ ഒച്ചത്തിൽ വിളിച്ച് പറയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. എനിക്കൊരു ചാൻസും കൂടെ താ. ശരി, ഇത് ലാസ്റ്റ് ചാൻസാ, ഓർത്തോണം. ശരി ശരി, സമ്മതിച്ചു. നീ ഒന്ന് പോ. നീ പറഞ്ഞതിന് എന്താ ഗ്യാരണ്ടി? നീയാണേ നിന്റെ പേരൻസ് ആണേ സത്യം. ഡാടാ മോനെ, ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. പിന്നെ നിനക്ക് എന്താ വേണ്ടത് ഗ്യാരണ്ടി ആയിട്ട്? ഒരു കിസ്. ശരി, ഫോണിൽ കൂടെ തരാം. വേണ്ട, ഇനിയുള്ളതൊക്കെ നമുക്ക് നേരിട്ട്. ഞാൻ അങ്ങോട്ട് കേറി വരുവാ. എന്റെ അമ്മേ. അയ്യോ. എന്തോന്നാടാ ഇത്? അത് കിസ് കൊടുക്കാൻ പറഞ്ഞു. കിസ് കൊടുക്കാൻ പറഞ്ഞു? ആര് പറഞ്ഞു? അവള്. അവളോ? കേറി പോടാ അത്. പോടാ. ചെറുക്കനെ പെണ്ണ് കെട്ടിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പോയിന്നാ തോന്നുന്നത്. ഹലോ. ഹലോ, വക്കച്ചായ. എന്താ കുഞ്ഞേ? അവളെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിട്ടത്?
അതിനാ കൊച്ചങ്ങോട്ട് കേറി വന്നില്ലല്ലോ സാറേ. ഇല്ലേ? അത് വണ്ടി എടുത്തോണ്ട് അതിന്റെ വഴിക്കങ്ങ് പോയി. ഈശ്വരാ. കുഞ്ഞേ, എന്താണോ? അതിനെ എന്തിനാ ഇങ്ങനെ മഞ്ഞു കൊള്ളിക്കുന്നത്? നല്ല കുട്ടിയല്ലേ, കുഞ്ഞിന് നന്നായിട്ട് ചേരും. വക്കച്ചൻ വെച്ചിട്ട് പോയേ. ഓ, ഒരു ബുറേവി ചുഴലിക്കാറ്റ് പോലും ഉണ്ടായിരുന്നു. വലിയ അപകടം ഉണ്ടാക്കാതെ അങ്ങ് പോയി. അച്ഛൻ വേലി ചാടിയല്ലേ മകള് മതില് ചാടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. വന്നോ? ഞാൻ കരുതി നീ അവിടെ അങ്ങ് താമസാക്കി കാണുന്ന്. പ്രായം തികഞ്ഞൊരു പെണ്ണ് രാത്രി ഇറങ്ങി പോയിട്ട് പാരന്റ്സിന്റെ ഒരു ആൻസൈറ്റി കണ്ടില്ലേ? ദേണ്ടിയിരിക്കണ ഒരെണ്ണം തോലമണ്ട നോക്കി ഒരെണ്ണം കൊടുക്കാൻ വേണ്ടത്. എന്താടി ഒരു കലിപ്പ് മോഡ്? നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ? ബ്രേക്കപ്പ് ആയാലേ അന്നവന്റെ ശവം അടക്കാം. പിന്നെ അവൻ ഇന്നും വീട്ടിൽ പറഞ്ഞില്ലമ്മേ. ഞാൻ മഞ്ഞുകൊണ്ടതൊക്കെ വെറുതെ ആയി. അപ്പൊ അതും പോയി. ദേ പപ്പുസേ, ഞാൻ തലമണ്ട അടിച്ചു പൊളിക്കുവേ. അല്ല, എനിക്ക് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, ഒരു പെണ്ണിങ്ങനെ പൊര നിറഞ്ഞു നിന്നിട്ട് പാരന്റ്സ് എന്ന നിലയിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നിങ്ങക്ക്? ചെറുക്കനെ കണ്ടുപിടിക്കാനും കല്യാണം ആലോചിക്കാനും ഒക്കെ അതെ ഞാൻ തന്നെ ഇറങ്ങി നടക്കണമല്ലേ? അല്ല, എന്നെ നിങ്ങൾ തവിട് കൊടുത്തെങ്ങനെ വാങ്ങിയതാണോ? വാങ്ങാനാണെങ്കിൽ നല്ലത് നോക്കി വാങ്ങിച്ചൂടെ? വല്ലതും പറഞ്ഞായിരുന്നോ ഹിസ് ഹൈനസ് രവിശങ്കർ? ഡി പെണ്ണേ, നീ നിഖിലിനെ പ്രേമിക്കോ കല്യാണം കഴിക്കോ കൂടെ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ വീട്ടുകാരറിഞ്ഞുകൊണ്ടുള്ള കല്യാണമാണെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ മുറയും നാട്ടുനടപ്പും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ എങ്ങനെയാ മോളെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്? അവര് മുഖത്താട്ടി ഇറക്കി വിട്ടാലേ അതിന്റെ നാണക്കേട് ഞങ്ങൾക്കല്ല, നിനക്കാ. പപ്പൂസ് പറഞ്ഞത് ശരിയാ. പക്ഷെ ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു കടുങ്കൈ പ്രയോഗിക്കാൻ പോവാ. എന്തെങ്കിലും ആവട്ടെ. കുറച്ചുകൂടി ഉപ്പാകാമായിരുന്നു. എന്തോന്നാണ് ഇത്? എടുത്തു മാറ്റി താഴെ വെക്കാൻ കണ്ട സ്ഥലം. അമ്മേ, സമയം ഒരുപാടായി. മോനെ കുറച്ച് കഴിച്ചിട്ട് പോ. അമ്മ ലഞ്ച് ബോക്സും കൊടുത്ത. കുറച്ചുകൂടെ കഴിച്ചേ. ഇതൂടെ കഴിക്കേ. ഞാൻ കഴിച്ചോളാം, അമ്മ പോയിട്ടോ. ഡാ ഇങ്ങനെ കഴിച്ചാ ദഹിക്കത്തില്ലടാ. സമയം മുത്തശ്ശ, സമയം. പിള്ളേരുടെ ഒരു കാര്യം. ദാ മോനെ ലഞ്ച് ബോക്സ്. ശരി അമ്മ. കഴിച്ചില്ലേ? മതി മതി. നിക്ക് നിക്ക് നിക്ക്, കുറച്ചുകൂടെ കഴിച്ചിട്ട് പോ. മോനെ മോനെ കഴിച്ചിട്ട് പോ. നേരം വൈകിയമ്മേ. ഇവിടെ ഇരിക്കേ. കുറച്ചുകൂടെ, കുറച്ചു മതി. വാതർന്നേ. ഞാൻ ഷൂസ് ഒന്നും ഇട്ടോട്ടെ. ഇതൂടെ ഉള്ളൂ. വാതർന്നേ. അവനെ കുറച്ച് നേരത്തെ എഴുന്നേപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതൂടെ കഴിക്കും മോനെ. കഴിഞ്ഞു. എത്ര പറഞ്ഞാലും നേരത്തെ എണീപ്പിക്കണത് ടൈമായി. ഓഫീസിൽ നിന്ന് കോള്, ഞാൻ പോട്ടെ. മീരെ, ചായ ഇനി ഞാൻ പോയി എടുക്കണോ? ഇപ്പൊ കൊണ്ടുവരാച്ചാ. ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സാധനം.